ഹായ് ഓൾ. ഇറ്റലിയിലേക്ക് സ്റ്റഡീസിനോ വർക്സിനോ വന്നിട്ടുള്ളവർ ഇല്ലെങ്കിൽ വരാൻ ആഗ്രഹിക്കുന്നവർ, അതിപ്പോൾ അവർ മാരീഡ് ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ ചിന്തിക്കുന്ന ഇല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ ഫാമിലിയെ, അവരുടെ ഹസ്ബൻഡിനെയോ വൈഫിനെയോ കുട്ടികളെയോ ഒക്കെ അവരുടെ കൂടെ ഇറ്റലിയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ പോസിബിലിറ്റീസിനെ പറ്റി. ഏത് വിസയ്ക്കാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണ് അതിലുള്ളത്, ഏതൊക്കെ ഡോക്യുമെന്റ് അതിന് ആവശ്യമായിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിനെപ്പറ്റി ഞാൻ റിസർച്ച് ചെയ്ത് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. സോ ഒരുപാട് പേര് ഇതിനെപ്പറ്റി എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു. അങ്ങനെ അറിയാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഈ വീഡിയോ നിങ്ങളൊന്ന് മുഴുവനായിട്ട് കാണുക. ഇനിയിപ്പോൾ ഇതിൽ എന്തെങ്കിലും കറക്ഷൻസോ തെറ്റുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിലൂടെ നിങ്ങൾക്ക് തിരുത്താവുന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇറ്റലിയുടെ ഫാമിലി വിസ, അതല്ലെന്നുണ്ടെങ്കിൽ ഫാമിലി റീയൂണിഫിക്കേഷൻ വിസയെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. സോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇറ്റലിയിലേക്ക് നമുക്ക് നമ്മുടെ ഫാമിലിയെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട വിസയാണ് ഇറ്റലി ഫാമിലി വിസ അല്ലെങ്കിൽ ഇറ്റലി ഫാമിലി റീയൂണിഫിക്കേഷൻ വിസ. ഒരു ഫോറിനറിന് അവരുടെ ഫാമിലിയെ ഇറ്റലിയിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അവർക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു റെസിഡൻസ് പെർമിറ്റ് വേണം. അതിന്റെ വാലിഡിറ്റി 1 വർഷമോ മിനിമം 1 വർഷമോ അതിൽ കൂടുതലോ ആയിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. ഇനി ഫാമിലി എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹസ്ബൻഡ് ഓർ വൈഫ് ഇല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ. ഇതാണ് ആദ്യത്തെ കാറ്റഗറിയിൽ വരുന്നത്. നമുക്ക് നമ്മുടെ പാരൻസിനെയും ഇറ്റലിയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. പക്ഷേ നമുക്ക് നമ്മുടെ സിബ്ലിങ്സിനെ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഇവർ ചില റെസ്ട്രിക്ഷൻസ് വരുത്തിയിട്ടുണ്ട്. എന്നാൽ ചില സ്പെഷ്യൽ കേസുകളിൽ മാത്രം വിത്ത് സ്പെഷ്യൽ പെർമിഷൻ നമുക്ക് അവരെയും ഇറ്റലിയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അടുത്തത്, ആർക്കൊക്കെയാണ് ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. ഇറ്റലിയിലെ വർക്ക് വിസയ്ക്ക് വന്നിട്ടുള്ളവർ, അതിപ്പോൾ സബോർഡിനേറ്റ് വർക്ക്സ് ആണെങ്കിലും സെൽഫ് എംപ്ലോയ്ഡ് വർക്ക്സ് ആണെങ്കിലും നമ്മുടെ വിസയുടെ കാലാവധി 1 വർഷത്തിന് മുകളിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ അപേക്ഷിക്കാനായിട്ട് സാധിക്കും. സ്റ്റുഡന്റ് വിസയിൽ വന്നിട്ടുള്ളവർക്കും ഇതിനെ അപേക്ഷിക്കാം. അതുപോലെ തന്നെ അസിലം സീക്കേഴ്സിനും ഇതിനുള്ള പോസിബിലിറ്റീസ് ഉണ്ടെന്ന് കാണിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നുള്ള ഒരു സ്ക്രീൻഷോട്ട് ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിക്കാം. അതിൽ കുറച്ചും കൂടി കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാകും. അടുത്തത് ഇതിന്റെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റലിയിലേക്ക് സ്റ്റുഡന്റ് വിസയിലോ വർക്ക് വിസയിലോ വന്നിട്ടുള്ളവർക്ക് നമ്മുടെ ഫാമിലി ഇവിടേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള 3 കാര്യങ്ങളാണ്. ഒന്നാമത്തത് നമ്മുടെ റെസിഡൻസ് പെർമിറ്റ്, അത് സ്റ്റഡീസിൻ്റെതാണെങ്കിൽ സ്റ്റഡീസിന്റെ, വർക്സിന്റെ ആണെങ്കിൽ വർക്സിന്റെ. രണ്ടാമത്തത് ആഡക്വേറ്റ് ഹൗസിംഗ്, അതായത് നമ്മുടെ ഒരു താമസ സൗകര്യം നമ്മൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. മൂന്നാമത്തത് മിനിമം ആനുവൽ ഇൻകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിനിമം വാർഷിക വരുമാനം കാണിക്കേണ്ടതായിട്ടുണ്ട്. എന്നിരുന്നാലും ഈ 3 കാര്യങ്ങളും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഒന്നാമത്തത് റെസിഡൻസ് പെർമിറ്റ് ആണ്. ഇറ്റലിയിലേക്ക് ഫാമിലി റീയൂണിഫിക്കേഷൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ റെസിഡൻസ് പെർമിറ്റ് മസ്റ്റ് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിന്റെ ഡ്യൂറേഷൻ 1 വർഷത്തിന് മിനിമം 1 വർഷത്തിനെങ്കിലും മുകളിലായിരിക്കണം എന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ സീസണൽ വർക്ക് വിസയിൽ ഇറ്റലിയിലേക്ക് വരുന്നവർ ഇതിന് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഡ്യൂറേഷൻ 1 വർഷത്തിന് മുകളിലാണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്റ്റുഡന്റ് വിസയിലുള്ളവർ ഇതിന് അപേക്ഷിക്കുമ്പോൾ റെസിഡൻസ് പെർമിറ്റിന്റെ കൂടെ നിങ്ങൾ എടുക്കുന്ന കോഴ്സിന്റെ ഡ്യൂറേഷനും 1 വർഷത്തിന് മുകളിലാണ് എന്നുള്ള കാര്യം ഉറപ്പുവരുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ആരെയൊക്കെയാണ് നമുക്ക് ഈ ഫാമിലി വിസ വഴി ഇറ്റലിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുക എന്ന് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ നമ്മുടെ പാർട്ട്ണറിനെയാണ്, നമ്മുടെ ഹസ്ബൻഡിനെയോ വൈഫിനെയോ. പക്ഷേ അവർ 18 വയസ്സിന് മുകളിലുള്ളവരായിരിക്കണം എന്നത് നിർബന്ധമാണ്. രണ്ടാമത്തത് നമ്മുടെ കുട്ടികളെ, 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. അവർ കല്യാണം കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പാർട്ട്ണറിന്റെ കൺസെന്റോടുകൂടി നമുക്ക് അവരെ ഇറ്റലിയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഇനി 18 വയസ്സിന് മുകളിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരുടെ ഹെൽത്ത് കണ്ടീഷൻ എന്തെങ്കിലും കുഴപ്പമുണ്ട്, അവർ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ അവരെയും നമുക്ക് ഇറ്റലിയിലേക്ക് കൊണ്ടുവരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഇനി നിങ്ങളുടെ പാരൻസിന് 65 വയസ്സിൽ താഴെയുള്ള പാരൻസ് ആണ് എന്നുണ്ടെങ്കിൽ അവരെ നോക്കാൻ നമ്മുടെ സിബിലിങ്സ് ആരും ഇല്ല, നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു പാരന്റ് ആണെന്നുണ്ടെങ്കിൽ അവരെയും നമുക്ക് ഇറ്റലിയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഹൗസിംഗ് ആണ്. നമുക്ക് നമ്മുടെ ഫാമിലി ഇവിടെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അവരുടെ അക്കോമഡേഷൻ, അവർക്ക് ആവശ്യമായ താമസ സൗകര്യം നമ്മൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. ഒരാൾക്ക് 14 സ്ക്വയർ ഫീറ്റ് എന്ന നിരക്കിൽ ബെഡ്റൂം, കിച്ചൺ, ബാത്റൂം ഉൾപ്പെടെ എത്ര പേരെയാണോ നമ്മളിവിടെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ടുള്ള താമസ സൗകര്യം, അതിനു വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റി നമ്മൾ പറയുന്ന ആ വീടിനുണ്ടായിരിക്കണം. അതിനുള്ള റെന്റൽ കോൺട്രാക്റ്റും കമ്മ്യൂണിയിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റും മസ്റ്റാണ്. അപ്പൊ ഈ കാണുന്ന സ്ക്രീൻ റെക്കോർഡിൽ ഗവൺമെന്റ് തന്നെ ഇതിനെക്കുറിച്ച് സജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. മൂന്നാമത്തെ റിക്വയർമെന്റ് ആണ് ഇൻകം, നമ്മുടെ വാർഷിക വരുമാനം. നമ്മൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ ഇവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ
അവരുടെ ചെലവിനും മറ്റാവശ്യങ്ങൾക്കുമായിട്ട് ഗവൺമെന്റ് സഹായം തേടില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനായിട്ട് നമ്മൾ കാണിക്കേണ്ട ഒരു മിനിമം ആനുവൽ ഇൻകം ഉണ്ട്. 2027 കണക്ക് പ്രകാരം നമുക്ക് മിനിമം 7,891 യൂറോ എങ്കിലും വാർഷിക വരുമാനം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു കാര്യത്തിന് അപ്ലൈ ചെയ്യാൻ പറ്റുക. അടുത്തത്, നമ്മൾ ഇറ്റലിയിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുകയാണ്. നമ്മുടെ കൂടെ നമ്മുടെ പാർട്ട്ണറിനെയോ നമ്മുടെ കുട്ടികളെയോ കൊണ്ടുവരാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മുകളിൽ പറഞ്ഞ റിക്വയർമെന്റ്സ് എല്ലാം നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും അതിനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. നമുക്ക് ഓൺലൈനായിട്ട് സ്പിഡ് ഐഡി ഉപയോഗിച്ച് ഇവർക്ക് വേണ്ടിയിട്ടുള്ള നുള്ളോസ് ഒക്കെ അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് നമ്മൾ വരുന്നതിന്റെ കൂടെ അവരെയും ഇറ്റലിയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഇനി നമുക്ക് കാണാൻ പോകുന്നത് ഫാമിലി വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റുകൾ എന്തൊക്കെയാണെന്നാണ്. ആദ്യമേ തന്നെ നമുക്കൊരു ലോങ് ടേം ആപ്ലിക്കേഷൻ ഫോമാണ് വേണ്ടത്. അത് നമുക്ക് ഗവൺമെന്റിന്റെ സൈറ്റിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ആരെയാണ് കൊണ്ടുവരാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്, അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 3 പാസ്പോർട്ട് സൈസ് ഫോട്ടോ. എത്ര നാളാണോ അവർ ഇറ്റലിയിൽ താമസിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്, അത്രയും നാൾ കഴിഞ്ഞിട്ട് 3 മാസമെങ്കിലും വാലിഡിറ്റി ഉള്ള പാസ്പോർട്ടും മസ്റ്റാണ്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ റെസിഡൻസിന്റെ പ്രൂഫ്, ഡ്രൈവിംഗ് ലൈസൻസ്, ഇൻകം ടാക്സ്, അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റേഷൻസ് ആണ്. അടുത്തത് അഡ്മിനിസ്ട്രേറ്റീവ് ഡോക്യുമെന്റേഷൻ അറ്റസ്റ്റിംഗ് ടു ദ ഫെമിലിയർ റിലേഷൻഷിപ്പ്. അതായത് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറെയാണ് കൊണ്ടുവരാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾ കുട്ടികളെയാണ് കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയർ റിലേഷൻഷിപ്പ് കാണിച്ചിട്ടുള്ള ബാക്കിയുള്ള സർട്ടിഫിക്കറ്റ് പോസിബിൾ. പിന്നെ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ മിക്കതും മലയാളത്തിലായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ അത് ഇറ്റാലിയനിലേക്കോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലേക്കോ ഏതെങ്കിലും നോട്ടിൽ വെച്ച് അറ്റസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങളൊരു മൈനർ ചൈൽഡിനെയാണ് കൊണ്ടുവരാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിന്റെ, നാട്ടിലുള്ള നിങ്ങളുടെ പാർട്ട്ണറിന്റെ റിട്ടേൺ പെർമിഷനും മസ്റ്റാണ്. ഫൈനലി നിങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാഴ്ച സമയമാണുള്ളത്. നിങ്ങൾ അടുത്തുള്ള കൊസ്റ്റൂറയിൽ അല്ലെങ്കിൽ ഒരു പോലീസ് ക്വാർട്ടേഴ്സിൽ ചെന്ന് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും നിങ്ങളുടെ പെർമിറ്റിന് വേണ്ടി അപേക്ഷിക്കുകയും വേണം. അപ്പോൾ ഓരോന്നോരോന്ന് എടുത്ത് പറയാനാണെങ്കിൽ ഒരുപാടുണ്ടാവും. ഇതിനെക്കുറിച്ച് ജനറലി ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ വളരെ ക്വിക്കായിട്ട് ഞാൻ ഒരു വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ സൈറ്റുകളും മറ്റ് ചില സൈറ്റുകളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അതിന്റെ സഹായം തേടാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം പറയുന്നു, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. സീ യു സൂൺ. ടേക്ക് കെയർ.